നല്ല സൂപ്പർ, ഒന്നും പറയല്ലേ. എനിക്കും ആ പയ്യനും ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ട് കല്യാണം കഴിക്കും. 22 20 വയസ്സാണ്. എനിക്കിഷ്ടമാണെങ്കിൽ അവൻ ഇഷ്ടമാണ്. ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. 21 കല്യാണം. അപ്പൊ 21 എനിക്ക് 34, ചെറുക്കന് 21 ഞങ്ങൾ രണ്ടും, എനിക്കിഷ്ടമാണോ അവൻ ഇഷ്ടമാണോ, ഞങ്ങൾ രണ്ട് കല്യാണം കഴിച്ചു. ആ വീട്. അപ്പൊ നമ്മുടെ രേഷ്മ പി തങ്കച്ചന്റെ കല്യാണമാണ്. ഇനിയിപ്പോ രേണുസുതി എന്ന് പറയണ്ടല്ലോ. അപ്പൊ രേഷ്മ പി തങ്കച്ചന്റെ കല്യാണമാണ്. അപ്പൊ ചെറുക്കൻ 21 വയസ്സേ ഉണ്ടാവും. കാരണം 21 അപ്പൊ 21 വയസ്സുള്ള ചെറുക്കനും 34 വയസ്സുള്ള രേഷ്മ പി തങ്കച്ചനും തമ്മിലുള്ള കല്യാണം. അതാണ് ഇപ്പൊ അനൗൺസ് ചെയ്തിട്ട് പോയത്. അതല്ലടേ, ഈ 21 വയസ്സുള്ള ചെറുക്കനെ കെട്ടിയാലും ഈ 20 വയസ്സുള്ള ചെറുക്കനെ കെട്ടിയാലും നമുക്കൊക്കെ എന്താ നാട്ടുകാരോട് ഇതൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? ഞാൻ 21 വയസ്സുള്ള ചെറുക്കനെ കെട്ടാൻ പോവാണ്, ഞാൻ 20 വയസ്സുള്ള ചെറുക്കനെ കെട്ടാൻ പോവാണ്. ഇതൊക്കെ ഇങ്ങനെ മൈക്കിൽ കൂടെ അനൗൺസ് ചെയ്യേണ്ട കാര്യമുണ്ടോ? അതെ, അവർക്ക് ഇഷ്ടമാണെങ്കിൽ കെട്ടണം, ഈ ചെറുക്കന് ഇഷ്ടമാണെങ്കിൽ കെട്ടണം, അവനിഷ്ടമാണെങ്കിൽ എനിക്കിഷ്ടമാണെങ്കിലും ഞങ്ങൾ കല്യാണം കഴിക്കും. ഈ കല്യാണം കഴിക്കണ്ടെന്ന് ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? ഒന്ന് കല്യാണം കഴിച്ചാൽ മതിയെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. കാരണം അങ്ങനെങ്കിലും ഈ സോഷ്യൽ മീഡിയ ഒന്ന് ശുദ്ധികലശം നടത്താമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. കല്യാണം കഴിച്ചു കഴിഞ്ഞാലെങ്കിലും ഈ സോഷ്യൽ മീഡിയയിൽ ഒരു സൗകര്യം കിട്ടുമല്ലോ. ഉറപ്പായിട്ടും ഉദ്ദേശിക്കുന്നത്. എനിക്ക് ഞാൻ സുധിച്ചേട്ടന്റെ മരണ ദിവസമാണ്, അതായത് ജൂൺ 5 ചടങ്ങൊന്നുമില്ല, ആരെയും ക്ഷണിക്കുന്നുമില്ല. എന്നും കൂടെ പറയാണ്, ചടങ്ങൊന്നുമില്ല. കാരണം 3ാമത്തെ വർഷമാണ്. ചടങ്ങുമില്ല, ആരെയും ക്ഷണിക്കുന്നുമില്ല. നമ്മൾ പോയി തിരികത്തിച്ചു പള്ളിയിൽ പ്രാർത്ഥന ഒന്നുമില്ല. നമ്മൾ മാത്രം സ്വന്തമായിട്ട് പോയി പ്രാർത്ഥിക്കും, തിരിച്ചു വരും. അന്ന് എന്റെ ഒരു ആഗ്രഹം നമ്മുടെ അടുത്തുള്ള ഒരു അനാഥാലയത്തിൽ കുട്ടികളുടെ ഒപ്പം പോയിരുന്ന് ഫുഡ് കഴിക്കുക എന്നാണ്. എനിക്ക് തോന്നുന്നത് അടുത്ത ദിവസം ചിലപ്പോൾ ഞാനിന്ന് പുറത്തു പോകുമായിരിക്കും, ഒരു ചിലപ്പോൾ. അപ്പൊ അങ്ങനെ എന്തെങ്കിലും ഷൂട്ടോ എന്തെങ്കിലും പ്രോഗ്രാം ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഞാൻ കാണത്തില്ലായിരിക്കും, മക്കളെ വിടും. ഞാൻ എവിടെ ആയിരുന്നാലും സ്വിച്ചിന് വേണ്ടി ആ സമയത്ത് പ്രാർത്ഥിച്ചു. കുറച്ച് ദിവസം ഒതുക്കം ഉണ്ടായിരുന്നു കേട്ടോ. കുറച്ച് ദിവസം എന്തോ പറ്റിയെന്ന് അറിയത്തില്ല, കുറച്ച് ദിവസം അനങ്ങുന്നില്ലായിരുന്നു. പക്ഷെ ഇപ്പൊ വീണ്ടും ഇങ്ങനെ ഉദിച്ചു വന്നിട്ടുണ്ട്. അതെ ചേച്ചി, ഞാൻ ആഘോഷിക്കുവാണ് സുധിച്ചേട്ടന്റെ ബർത്ത്ഡേ. കാരണം ഞാനല്ലേ നിയമപരമായിട്ടുള്ള ഒരേ ഒരു ഭാര്യ, സുധിച്ചേട്ടന്റെ ഈ ഭൂമിയിൽ ഉള്ള ഒരേ ഒരു ഭാര്യ നിയമപരമായിട്ടുള്ള. അപ്പൊ പിന്നെ ഞാൻ ആഘോഷിക്കണ്ടേ. പിന്നെ വിശ്വസം സുധിച്ചേട്ടനെ അറിയിച്ചില്ല. ചേച്ചി ഒരു കാര്യം ചെയ്യും, ചേച്ചി അങ്ങ് ചെന്ന് അറിയിച്ചു കേട്ടോ. ഒരു കമന്റിന് റിപ്ലൈ കൊടുത്തതാ. സുധിയുടെ ബർത്ത്ഡേ ആഘോഷിക്കുവാണോ, അറിഞ്ഞോ, ഇന്നാണ്, വിഷസ് അറിയിച്ചില്ലേ എന്ന് ആരോ കമന്റ് ഇട്ട് ചോദിച്ചു. അപ്പം സുധിയുടെ ബർത്ത്ഡേ അറിയാവുന്ന ആരോ ആണ്. അപ്പം ഇവർ അതിനെക്കുറിച്ചിട്ട് ഒരു വാക്കും സോഷ്യൽ മീഡിയ മിണ്ടിയിട്ടില്ല. കാരണം ഏത് സമയവും എൻ്റെ സുനിച്ചേട്ടൻ എന്നാണല്ലോ പറയുന്നത്. അപ്പം സുധിച്ചേട്ടൻ്റെ ബർത്ത്ഡേ ആയിട്ട് എന്താ ഒരു വിഷസൊന്നും പറയുന്നില്ലേ എന്ന് ആരോ കമന്റ് ഇട്ട് ചോദിച്ചു. അപ്പം ആ കമന്റിന് കൊടുത്ത റിപ്ലൈ ഇങ്ങനെയാണോ വേണ്ടത്? എന്തായാലും അപ്പം ചോദിച്ചിരിക്കുന്ന ആ ചേച്ചി, ഞാനാണ് സുധിച്ചേട്ടൻ്റെ ഒരേ ഒരു ഭാര്യ. അതായത് നിയമപരമായിട്ട് കേട്ടോ, നിയമപരമായിട്ടല്ലാതെ ഒരുപാട് ഭാര്യമാരൊക്കെ ഉണ്ട്. അപ്പം നിയമപരമായിട്ട് ഒരേ ഒരു ഭാര്യ ഞാനാണ് എന്ന് കമൻറ്റിലൂടെ അവർക്ക് മറുപടി കൊടുക്കുകയാണ്. അവർ നിങ്ങൾ സുധിയുടെ എത്രാമത്തെ ഭാര്യയാണെന്ന് ചോദിച്ചിട്ടില്ല, നിങ്ങൾ സുധിയുടെ ഭാര്യയാണോ എന്ന് ചോദിച്ചിട്ടില്ല. അവർ ചോദിച്ചത് ഇന്നാണ് സുധിയുടെ ബർത്ത്ഡേ, പിറന്നാൾ, വിഷ് ചെയ്യുന്നില്ലേ, എന്താ മറന്നു പോയോ എന്നാണ് അവർ കമൻ്റ് ഇട്ട് ചോദിച്ചത്. ആ കമൻറ്റിന് കൊടുക്കേണ്ട റിപ്ലൈ ഇങ്ങനെയാണോ, ഞാനാണ് ഒരേ ഒരു ഭാര്യ, അപ്പോൾ ഈ ഒരേ ഒരു ഭാര്യ എന്താ വിഷ് ചെയ്യാമെന്നാണ് അവർ ചോദിച്ചത്. എന്ത് പറയണം എന്ത് പറയണ്ട എന്ന് പോലും ശരിക്കും അവർക്കറിയത്തില്ല. സത്യം പറഞ്ഞാൽ കുറേ ദിവസമായിട്ട് ഷൂട്ടും കാര്യങ്ങളും ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ വാനരപ്പടകളൊന്നും ഇവരുടെ കൂടെ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അപ്പോൾ അഭിശ്രീയുടെ വീട്ടിലൊരു വിശേഷം നടക്കുകയാണല്ലോ. അപ്പോൾ വളകാപ്പിന് വന്നതാണ് കേട്ടോ. വളകാപ്പിന് വന്ന ദൃശ്യങ്ങളാണ് നമ്മൾ ഈ കണ്ടത്. മൈലേജ് സൂപ്പർ മൈലേജ് എന്നാ എന്നോട് ചോദിക്കില്ല, അതെനിക്കറിയില്ല. പക്ഷെ മൈലേജ് കിച്ചുവിന്റെ കാറി കയറിയിട്ടുണ്ടല്ലോ. ഉണ്ട്. അതിന്റെ മൈലേജിന്റെ കാര്യം എനിക്കറിയാം, അവരല്ലേ അറിയാം. മൈലേജ് എന്താണെന്ന് എന്നോട് ചോദിക്കരുത്, എനിക്കറിയത്തില്ല. പക്ഷെ മൈലേജ് സൂപ്പറാണ്, കിടുക്കാച്ച മൈലേജാണ്. എന്നാൽ കിച്ചുവിൻ്റെ മൈലേജ് എത്രയാണെന്ന് എനിക്കറിയത്തില്ല. പക്ഷെ ഇതിൻ്റെ മൈലേജ് സൂപ്പറാണ്. പക്ഷെ മൈലേജ് എന്താണെന്ന് മാത്രം അറിയത്തില്ല. ഇനി അടുത്ത ഒരു ബഹുരസം നമുക്ക് കേൾക്കാം. അതാണ് ചേട്ടാ തിരിച്ചടി. തമന്നയുടെ ലുക്കാണെന്ന് കളിയാക്കി ശരിക്കും തമന്ന ആയിന്ന് ആരോ അവിടെ നിന്ന് പറയുന്നത്. കളിയാക്കി ശരിക്കും തമന്ന ആയല്ലോ. അത് കേട്ട പാതി കേൾക്കാത്ത പാതി
ചിരിച്ചു കുടഞ്ഞിട്ട് അതെ 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 എനിക്ക് തമന്നയുടെ ലുക്ക് പറഞ്ഞു പറഞ്ഞ് ശരിക്കും ഞാനിപ്പോൾ തമന്ന ആയില്ലേ എന്നാണ് ചോദിക്കുന്നത്. സത്യം പറഞ്ഞാൽ നമ്മൾ ഈ ആറാട്ടണ്ണനെയും ഈ അലിൻ ജോസ് പെരേരയുടെയൊക്കെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ കണ്ട് നമ്മൾ സ്വയം ചിരിക്കാറുണ്ട്. സത്യം പറഞ്ഞാൽ നമുക്ക് ചിരിക്കാനായിട്ടൊരു വക അത്രേ ഉള്ളൂ. ഇനിയിപ്പോൾ ഈ അമ്മയുടെ ലൈവിനെ കുറിച്ചിട്ട് കിച്ചു ഒരു മറുപടി പറയുന്നുണ്ട്. അപ്പോൾ കിച്ചുവിനോട് ചോദിക്കുന്നത് അമ്മയുടെ ലൈവ് എങ്ങനെയുണ്ടെന്ന് അതുകൂടെ നമുക്ക് കാണാം. നല്ല സൂപ്പർ, ഒന്നും പറയില്ലേ. കൊള്ളാം. അമ്മയുടെ ലൈവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഇനിയിപ്പം പ്രസവിക്കണം എന്നൊന്നുമില്ല, എല്ലാവരുടെയും മുന്നിൽ അവരാണ് അമ്മ. സുധി മൂന്നാമത് കെട്ടിയതാണെങ്കിലും ഇവരാണ് എല്ലാവരുടെ മുന്നിൽ ഈ കൊച്ചിൻ്റെ അമ്മ. ഇപ്പം പ്രസവിക്കണമെന്നൊന്നും ഇല്ലല്ലോ അമ്മയാവാൻ. അപ്പോൾ അമ്മയുടെ സ്ഥാനമാണ്. അപ്പോൾ അമ്മ കാണിച്ച ആ ലൈവ് വൈറലായ മറ്റേ ആ ലൈവില്ലേ ചുണ്ടുകൊണ്ട്, ആ ലൈവിനെ കുറിച്ചിട്ടാണ് ചോദിക്കുന്നത്. അപ്പോൾ ആ ലൈവിനെ കുറിച്ച് ചോദിച്ചപ്പോൾ കൊച്ചു ചിരിച്ചുകൊണ്ട് ഒന്നും പറയാനില്ലേ, കൊള്ളാം ഒന്നും പറയാനില്ലെന്നാണ് കൊച്ചു പറയുന്നത്. ആ കൊച്ചു എന്ത് പറയാനാണ് ഇതിൽ കൂടുതൽ? ആ കൊച്ചു ശരിക്കും നാണം കെട്ട് തൊലി ഉരിഞ്ഞ് നിൽക്കുന്ന അവസ്ഥയാണ്. പിന്നെ ആകെപ്പാടെ ഒരു സമാധാനം, സ്വന്തം അമ്മയല്ലല്ലോ എന്നെങ്കിലും ആൾക്കാരോട് പറയാം. ഇപ്പം ഞാൻ തന്നെ എന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ട്, ഒരു വലിയ കൊച്ചില്ലേ, ആ വലിയ കൊച്ച് എങ്ങനെ മറ്റുള്ളവരുടെ മുന്നിൽ നോക്കും? അപ്പം ഞാൻ പറയും സ്വന്തം അമ്മയല്ലല്ലോ, അവന് നോക്കുന്നതിനെന്താ? അവന് പറയല്ലോ എൻ്റെ അമ്മയല്ലല്ലോ, എൻ്റെ സ്വന്തം അമ്മയാണ്, ഞാൻ പറയും ചെയ്യരുത് എന്ന് പറയും. അങ്ങനെ പറയും. ഇപ്പം നമ്മളുടെ മക്കൾ നമ്മൾ എന്തെങ്കിലും ചെയ്യുന്നതുകൊണ്ട് നമ്മുടെ മക്കൾ മിണ്ടാണ്ടിരിക്കുമോ? ഒരിക്കലും മിണ്ടാണ്ടിരിക്കത്തില്ല. അപ്പം സ്വന്തം അമ്മ അല്ല, നമ്മൾ പറഞ്ഞാൽ അവിടെ കേൾക്കില്ല എന്നുള്ളത് കൊണ്ട് മാത്രമാണ് കിച്ചു സൈലൻ്റ് ആയിട്ടിരിക്കുന്നത്. പക്ഷെ കിച്ചു ബുദ്ധിയുള്ളവനാണ്, മിടുക്കന. അവൻ ഈ ഒരു കാര്യങ്ങളുടെ പോക്ക് അങ്ങനെയാണെന്ന് കണ്ടപ്പോൾ തന്നെ കൊച്ച് അവിടുന്ന് സ്കൂട്ടായി. അതുകൊണ്ട് എന്താ, ഈ നാണക്കേടിൽ നിന്നും ഈ അപവാദങ്ങളിൽ നിന്നുമൊക്കെ ആ കൊച്ചിന് രക്ഷപ്പെടാൻ സാധിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തായാലും അമ്മയുടെ ലീലാവിലാസങ്ങൾ കണ്ട് മടുത്ത് കൊച്ചൊരു പരുവായിട്ടുണ്ട്. ഈ കൊച്ചിന് മാത്രമല്ല, സുധിയുടെ വീട്ടുകാർക്ക് ഒരു നാണക്കേട്. എത്രയ്ക്കെന്ന് പറഞ്ഞാലും സുധി മരിച്ചു പോയി എന്ന് പറഞ്ഞാലും സമൂഹത്തിൻ്റെ മുന്നിൽ ഇവർ തന്നെയാണല്ലോ ഭാര്യ. അപ്പോൾ പിന്നെ ആ ഒരു നാണക്കേട് അങ്ങനെ മാറത്തില്ലല്ലോ. അപ്പോൾ എന്ത് ചെയ്താലും എനിക്ക് പണം മതി എന്ന് പറഞ്ഞ് വന്നു കഴിഞ്ഞാൽ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ പണം സബ്സ്ക്രിപ്ഷനിലൂടെ ഒരുപാട് വാരി കൂട്ടുന്നുണ്ട്. ഇപ്പം നമ്മളൊരു റിയാക്ട് ചെയ്യുമ്പോൾ അതിന് ഡബിളായിട്ട് വീഡിയോസ് ഇട്ട് തരുന്നുണ്ട്. അപ്പോൾ എന്തായാലും പറഞ്ഞിട്ട് യാതൊരു കാര്യമൊന്നുമില്ല. ഈ ജാത്യാലുള്ളത് തൂത്താ പോവില്ല എന്ന് കേൾക്കത്തില്ലേ? അപ്പം നമ്മൾ ആരെയും ഉപദേശിക്കാനും നന്നാക്കാനും നമ്മൾ ആരുമല്ല, നമ്മൾ പോകുന്നുമില്ല. പിന്നെ സോഷ്യൽ മീഡിയയിൽ കാണുന്ന കാര്യം നമ്മൾ റിയാക്ട് ചെയ്യും, അത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയും കുറച്ച് കാര്യങ്ങൾ കണ്ടപ്പോൾ റിയാക്ട് ചെയ്യണം എന്ന് തോന്നി, അങ്ങനെ റിയാക്ട് ചെയ്തതാണ്. അപ്പോൾ ഇഷ്ടമുള്ളവർ മാത്രം കണ്ടാൽ മതി വീഡിയോസ് കേട്ടോ. രേണുസുധി നിങ്ങൾക്ക് വേറെ പണിയൊന്നും ഇല്ലേ എന്നൊക്കെ വന്ന് ചോദിക്കുന്നവർ നമ്മളുടെ വീഡിയോസ് കണ്ടന്റ് രേണുസുധി ആണെന്ന് കേൾക്കുമ്പോൾ തന്നെ സ്കിപ്പ് ചെയ്ത് പൊക്കോണം. അപ്പോൾ പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല, അത് കാണാതിരുന്നാൽ പോരെ. അപ്പോൾ എന്തായാലും ഈ ഒരു വിഷയത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതുപോലെ തന്നെ ഹൈപ്പ് ചെയ്യാനും കൂടി മറക്കരുത്. അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ. തമന്നയുടെ ലുക്കാണ് കളിയാക്കി ഇപ്പൊ തമന്നെ പോലെ ആയിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ചേട്ടാ തിരിച്ചടി. തമന്നയുടെ ലുക്കാന്ന് കളിയാക്കി നേരിട്ട്. പക്ഷെ ഒരു കാര്യമുണ്ട്, വീഡിയോക്കകത്തോടെ കണ്ട തമന്നയല്ല തവളയാന്ന് പറയും. 100% ഞാൻ യോജിക്കുന്നു. പക്ഷേ എങ്കിൽ പോലും ചേട്ടൻ അറിയാതെ നേരിട്ട് കാണുമ്പോ എങ്ങനെയാ പറ? സൂപ്പർ അല്ലേ? അതാണ്. എന്നോട് ആര് പറഞ്ഞു ഈ വിട്ടിത്തം? അതിന്റെ കുട്ടൻസ് എന്താ? അതിന്റെ കുട്ടൻസ് എന്താ? ഗുട്ടൻസോ കെട്ടിയോരെന്നെ ഹാപ്പി ആയിട്ടിരിക്കും. എന്തൊരു തൊലിക്കട്ടി, കാണ്ടാമൃഗം തോറ്റു. തൂറാത്തവൻ തൂറുമ്പം തീട്ടം കൊണ്ട് ആറാട്ട്.